ഡീറ്റെയിൽസ് പറയാം. പക്ഷേ ഡീറ്റെയിൽസ് നാളത്തെ ഡേറ്റ് നിർബന്ധമായിട്ട് പറഞ്ഞു. ഇനി രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ഗോപി ആശാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സദസ്സിനെ വീട്ടിൽ ഞാൻ ഏതായാലും 88 വയസ്സായി എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മക്കളെ പോലും സമ്മതിക്കുകയാണ്. അപ്പോൾ എനിക്ക് സമാധാനമുണ്ട്. വയസ്സായി ഞാൻ ഇപ്പോഴും ചെറുപ്പക്കാരനാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് കാണാനോട്ട് വയ്യ, അല്ലെങ്കിൽ ഞാനും ചില വേഷമൊക്കെ കെട്ടുമായിരുന്നു. അല്ല, അപ്പം അത് കാരണം കൊണ്ട് വയ്യ എന്ന് പറയാൻ കാരണം എന്റെ കാരണം കൊണ്ടാണ് ആ വേഷം കെട്ടാറില്ല. എങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രിയെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ എന്നെ അനുഭവിക്കുകയാണ്. വയസ്സ് 9 വയസ്സ് 10 വയസ്സ് എന്നൊക്കെ അവർ അനുഭവിക്കുകയാണെങ്കിൽ കുറഞ്ഞൊരു വാർത്താട്ട് ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യം അമ്പലയിലുണ്ട് മക്കാണ്ടയിലുള്ള പോകാനാണ് അതിനൊക്കെ കളിച്ചത്. അപ്പോൾ ആ മാക്കാണ്ടയിനെ അങ്ങേറ്റം ഇന്നും 14 വയസ്സാണ് എന്നാണ് ഉറപ്പ്. ഇന്നിപ്പോൾ 14 വയസ്സ് കല്യാണത്തിലായി. എൻ്റെ മഴ കുറഞ്ഞു എല്ലാവരും പറയുന്നത് തലക്കാൻ തോന്നാണ്. ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു കുറച്ചിട്ടാണ്. അതായത് അരയ്ക്കുന്ന വേണ്ടത് എനിക്ക് നല്ല ധൈര്യമാണ്. അരയ്ക്കുന്ന കാലത്തെ കുറച്ച് കുഴപ്പമില്ല. അപ്പോൾ പിന്നെ മാത്രമല്ല വേറൊരു കാര്യം, നാവിന് കുഴപ്പമില്ല, നാവിന് കുഴപ്പമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഇനി വേഷം കെട്ടാൻ സാധിക്കുന്നുള്ള മോഹമില്ല. എങ്കിലും ശരി, വേഷം കെട്ടി കളിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരായിട്ട്, അതായത് ഷൺമുഖനെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ കളിക്കുമ്പോൾ അത് കാണാതെ തന്നെ മറ്റുള്ളവർ പറയുന്ന കേട്ട കാരണങ്ങളെ കൊണ്ട് മനസ്സിലൊരു കൃതാർത്ഥമാണ്. എപ്പോഴും കൃതാർത്ഥത എന്ന് പറഞ്ഞാൽ പോലെ മനസ്സിൽ അങ്ങേറ്റം സന്തോഷം തിങ്ങിനിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ഞാനിപ്പോൾ ഷൺമുഖൻ്റെ കാര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ ഷൺമുഖനെ പോലെ ചെറുപ്പക്കാരായിട്ടുള്ള യുവകലാകാരന്മാരൊന്നും അല്ല, അവരൊക്കെ പ്രഗത്ഭരായിരിക്കുന്നു. എന്തായാലും ഇങ്ങനെയുള്ള ഈ ഷൺമുഖനെ പ്രവൃത്തികൾ ഇപ്പോൾ ഈ വേണു സാർ പറഞ്ഞ മാതിരി ഷൺമുഖൻ്റെ പച്ച വേഷം, കത്തി വേഷം, മിനുക്ക് വേഷം, അതായത് സ്ത്രീവേഷങ്ങൾ എല്ലാം അതിഗംഭീരമാണ്. ഒന്നാം തരം ഞാൻ ഇതൊക്കെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ആ സ്വാദ് മനസ്സിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ആ മഹാനുഭാവന് ഞാൻ മരിച്ചതിന് ശേഷം അവാർഡ് കൊടുക്കാൻ മതിയെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കണമെന്ന് എൻ്റെ കുടുംബത്തിൽ പ്രധാനമായിട്ട് എൻ്റെ 2 മക്കൾക്കാണ്, അതായത് ജയരാജനും യുവരാജനും. ആ രാജാക്കന്മാർക്കാണ് നിർബന്ധം കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്കത് ആ നിർബന്ധത്തിന് വഴങ്ങാൻ ഞാൻ തന്നെ സന്നദ്ധനായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, മരിച്ചാൽ പിന്നെ അത് ആർക്ക് കൊടുത്തു, എവിടെ കൊടുത്തു, എപ്പോൾ കൊടുത്തു, എന്തിനു കൊടുത്തു എന്നൊക്കെയാവും മനസ്സിൻ്റെ വിചാരം. ഇപ്പോൾ അത് സമാധാനമുണ്ട്. എന്തായിരിക്കും ഷൺമുഖൻ അർഹനാണ്. ആ അർഹനായിട്ടുള്ള കയ്യിൽ തന്നെ എൻ്റെ ഈ ഒരു ഗോവിന്ദ പുരസ്കാരം, അതായത് പ്രഥമ പുരസ്കാരം, അത് ഷൺമുഖന് തന്നെ കൊടുക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഏതായാലും ഷൺമുഖൻ അങ്ങേയറ്റം
കണ്ണൂരിന് അത്ര വയസ്സൊന്നും ആയില്ല, ഇനിയും വളർന്നു വരാൻ ധാരാളം സൗകര്യങ്ങളും സമയങ്ങളുമുണ്ട്. എല്ലാ ഭാവുകങ്ങളും എല്ലാ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ കൊടുക്കട്ടെ. ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഞങ്ങളെല്ലാവരും ഷൺമുഖനെ അങ്ങേയറ്റം സ്നേഹപൂർവ്വം അനുഗ്രഹിക്കലും അഭിനന്ദിക്കലുമാണ്. കണ്ണൂരിനെ എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.